സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സില് നൗണുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. നാമങ്ങള് പൊതുവെ അഡ്ജക്റ്റീവുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നാമങ്ങളോട് കൂടി, നൗൺസിനോട് കൂടി. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സുകൾ ഗുഡ്, ബാഡ്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ നൗണിന്റെ അഡ്ജക്റ്റീവ്സുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് സുറിയാനിയിലും നമ്മൾ പൊതുവെ നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ കണ്ടുപോയ പല വാക്കുകളും അഡ്ജക്റ്റീവ്സിന്റെ ഗണത്തിൽപ്പെടുന്നവയാണ്. അങ്ങനെയുള്ള ചുരുക്കം ചില അഡ്ജക്റ്റീവ്സുകൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ കാണാം. ഒന്നാമത്തെ അഡ്ജക്റ്റീവ് താവ. താവ എന്ന് പറയുന്നതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടായിരുന്നു താവ. അതിനർത്ഥം ഗുഡ് എന്നാണ്. ഗുഡ്, ഗുഡ്, താവ, താവ. മറ്റൊരെണ്ണം ബീഷ. ബീഷ, ബീഷ. ഈവിൾ, ഈവിൾ അല്ലെങ്കിൽ ബാഡ് എന്നൊക്കെയാണ്. ഈവിൾ അല്ലെങ്കിൽ ബാഡ്. മറ്റൊരെണ്ണം ഖന്ദീഷ. ഖന്ദീഷ. ഹോളി അല്ലെങ്കിൽ സെയിന്റ് എന്നൊക്കെ രീതിയിലാണ്. ഹോളി അല്ലെങ്കിൽ സെയിന്റ്, ഖന്ദീഷ. കുർബാനയിൽ നമ്മൾ ത്രൈശുദ്ധ കീർത്തനം ആലപിക്കുന്ന സമയത്ത് ഖന്ദീഷ ആലാഹ എന്നുള്ള വാക്ക് നമ്മൾ പൊതുവെ കാണാറുണ്ട്. ഖന്ദീഷ, ഖന്ദീഷ. മറ്റൊരെണ്ണം ഹയ്യ. ഹയ്യ. എലൈവ് എന്നർത്ഥമുണ്ട്. എലൈവ് അല്ലെങ്കിൽ ലിവിങ് എന്നുള്ള അർത്ഥമുണ്ട്. ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദമാണ് ലൈഫുമായിട്ട്. അതുകൊണ്ട് ലൈവ്, ലിവിങ് എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഇതിനുണ്ട്. ഹയ്യ. മറ്റൊരെണ്ണം ഹന്നാന. ഹന്നാന, മേഴ്സിഫുൾ എന്ന് പറയുന്ന അർത്ഥമൊക്കെയാണ്. മേഴ്സിഫുൾ, മേഴ്സിഫുൾ. ഹന്നാന, ഹന്നാന, മേഴ്സിഫുൾ. മറ്റൊരെണ്ണം ഷപ്പീറ. ഷപ്പീറ, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ, ഷപ്പീറ, ബ്യൂട്ടിഫുൾ.
അപ്പൊ നമുക്ക് ഇത്രമാത്രമൊക്കെ അഡ്ജക്റ്റീവ്സുകൾ പൊതുവെ കണ്ടാൽ മതിയായിരിക്കും. പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സുകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കൂടുതൽ അഡ്ജക്റ്റീവ്സുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുകൊള്ളാം. അപ്പൊ നമുക്ക് ഇത് ചേർത്തുള്ള നൗണുകൾ ഇപ്പോൾ ഷപ്പീറ എന്ന് പറയുന്നത് പൊതുവെ പെൺകുട്ടികൾക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ നമ്മൾ നോക്കാറില്ല. ഇവിടെ ഇതിന്റെ ഫെമിനിൻ വരുമ്പോഴത്തേക്കും ഷപ്പീർസ ആകുമെന്ന് നമ്മൾ ഫെമിനിന്റെ ഉദാഹരണത്തിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഷപ്പീർസ എന്നാകും. അപ്പൊ ഇതുപോലെ നമുക്ക് മൽക്ക എന്ന് പറയുന്നതിന് ഗുഡ് കിങ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഗുഡ് കിങ്, താവ മൽക്ക എന്ന് പറഞ്ഞാൽ മതി. താവ മൽക്ക, താവ മൽക്ക അതെഴുതി കാണിക്കാം. അല്ലെങ്കിൽ മൽക്ക താവ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാം. ഗുഡ് കിങ് മൽക്ക താവാന്നോ താവ മൽക്ക, അപ്പൊ വേണമെങ്കിൽ മൽക്ക താവാന്ന് എഴുതാം. മൽക്ക താവ. മൽക്ക താവ, ഗുഡ് കിങ്. ഗുഡ് കിങ്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗുഡ് ക്വീൻ ആണെങ്കിൽ, ഗുഡ് ക്വീൻ ആണെങ്കിൽ മൽക്സ താവസ നമ്മുടെ ഫെമിനിന്റെ റൂളിന്റെ അകത്തെ സ ചേർത്തുള്ള രീതിയിൽ എഴുതുകയും ചെയ്യാം. അതാണ് ഇതിന്റെ അകത്തെ ഒരു പ്രത്യേകത. ഇത് ഗുഡ് കിങ് മാസ്കുലിന് വേണ്ടി മാത്രമാണ് നമ്മൾ മൽക്ക താവ എന്ന് പറയുന്നത്. ക്വീനിന് വേണ്ടിയാണെങ്കിൽ മൽക്സ താവസ എന്ന് ചേർക്കേണ്ടി വരും. അതും കൂടെ ഒന്ന് എഴുതി കാണിച്ചേക്കാം. മൽക്സ താവസ. മൽക്സ എഴുതുമ്പോ മൽക്സ ഇനി താവസ. മൽക്സ താവസ, ഗുഡ് ക്വീൻ. ഗുഡ് ക്വീൻ, ഗുഡ് ക്വീൻ. ഗുഡ് ക്വീൻ. അപ്പൊ ഇങ്ങനെ അഡ്ജക്റ്റീവ്സുകൾ ചേർക്കുമ്പോൾ അതിന്റെ മാസ്കുലിനും ഫെമിനിനും നമ്മൾ നോക്കി, ഫെമിനിൻ വാക്കുകളാണെങ്കിൽ ഫെമിനിൻ അഡ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വേണം സെന്റൻസുകൾ എഴുതി പോകാനായിട്ട്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് കോമൺ ആയിട്ട് വരുന്നുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൗണിനോട് കൂടി ചേർക്കുമ്പോൾ നൗണിന്റെ രീതി അനുസരിച്ച്, നൗൺ മാസ്കുലിൻ ആണെങ്കിൽ അഡ്ജക്റ്റീവും മാസ്കുലിൻ ആയിരിക്കണം, നൗൺ ഫെമിനിൻ ആണെങ്കിൽ അഡ്ജക്റ്റീവും ഫെമിനിൻ ആയിരിക്കണം. ആ രീതിയിൽ കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നൗണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യം നമ്പറുകളാണ്. നമ്പർ നമുക്ക് പൊതുവെ അറിയാം, 1, 2, 3 എന്ന് പറയുന്ന നമ്പർ അല്ല ഉദ്ദേശിക്കുന്നത്, സിംഗുലർ ഓർ പ്ലൂറൽ. അതാണ് നമുക്ക് ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള കാര്യം. സോറി, നമ്പറുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, നമ്പർ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ജെൻഡറുകളാണ്. ജെൻഡറാണ് ജെൻഡർ. ജെൻഡർ, ജെൻഡറുകളാണ്. നമുക്ക് പൊതുവായിട്ട് മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ, ഇങ്ങനെ ഫെമിനിൻ, ഇങ്ങനെ 2 മോഡൽ ജെൻഡറുകളാണ് നമുക്ക് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു. അഡ്ജക്റ്റീവ്സിന്റെ അകത്ത് നമ്മൾ നൗൺ മാസ്കുലിൻ ആണെങ്കിൽ അഡ്ജക്റ്റീവ് അതിനകത്ത് മാസ്കുലിൻ ആയിരിക്കണം, നൗൺ ഫെമിനിൻ ആണെങ്കിൽ അഡ്ജക്റ്റീവും അതിനോടൊപ്പം ഫെമിനിൻ ആയിരിക്കണം എന്നുള്ള കാര്യം കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ കാണിച്ച ആ ഉദാഹരണത്തിൽ എഴുതിയ സ എന്ന് പറയുന്ന പ്രയോഗം, അതാണ് ഫെമിനിന്റെ പ്രയോഗം. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുറിയാനിലെ ഒരു പ്രത്യേകത,
മാസ്കുലിൻ നൗണിൽ നിന്നാണ് ഫെമിനിൻ നൗൺ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മൽക്ക എന്ന് പറയുന്ന തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ആ ഉദാഹരണത്തില് വാക്ക് എഴുതിയെടുക്കുകയാണ്. മൽക്ക എന്ന് പറയുന്നതാണ്. മൽക്ക, ഇത് കിങ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കിങ് എന്ന് പറയുന്ന വാക്കാണ് മെൽക്ക. ഇതിനെ ഫെമിനിൻ ആക്കാനായിട്ട് സുറിയാനിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനോടൊപ്പം ത ചേർക്കുക എന്നുള്ളതാണ്. ത എന്ന് പറയുന്ന അക്ഷരം അവസാനം കൊണ്ട് ചേർക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ ത ചേർക്കുമ്പോൾ ചെറിയൊരു പ്രത്യേകത ഉള്ളത്, മൽക്ക ഒറിജിനൽ നൗണിലെ കാപ്പ് മാത്രം അവശേഷിപ്പിക്കും. കാപ്പ് മാത്രം അവശേഷിക്കും. അതിന്റെ മുകളിലത്തെ ആ വവ്വലും ആ വവ്വലിന്റെ എൻഡിങ്ങിൽ വരുന്ന ആലപ്പും നമ്മൾ മാറ്റിക്കളയും, ഉപേക്ഷിക്കും. അപ്പോൾ അത് രണ്ടും ഉപേക്ഷിക്കുമ്പോൾ ഇത് മൽക്ക് എന്നാകും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മൽക്ക് എന്നായി. മൽക്ക്. ഇതിനോടാണ് നമ്മൾ താ ചേർക്കേണ്ടത്. എന്നിട്ട് സോഫ്റ്റും കൂടെ ആകും. അപ്പോൾ ഇത് മൽക്സ എന്നാകും. മൽക്സ. തൊട്ട് മുമ്പ് അഡ്ജക്റ്റീവ്സിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ ഈ വാക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം ക്വീൻ എന്നാകും. മൽക്സ എന്ന് ചേർത്താൽ ക്വീൻ എന്നാകും. സുറിയാനിയിലെ നമ്മുടെ ഏകദേശം 90% വാക്കുകളും പൊതുവെ അവസാനം ത ചേർത്തുള്ള പ്രയോഗമാണ് വരുന്നത്. ഇപ്പോൾ മൽക്കയ്ക്കാണെങ്കിൽ മൽക്കസ എന്നാകും. തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ഉദാഹരണത്തില് താവായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ നമ്മൾ താവ എഴുതാം. താവ, താവ എന്നുള്ള വാക്ക് അതിന്റെ ഇപ്പൊ കണ്ട നമ്മുടെ റൂൾ അനുസരിച്ച് ഈ ആലപ്പിന്റെ ആ വവലും ആയും, അതായത് സ്കാപ്പ വവലും ആലപ്പും പോകുന്നു. അപ്പോൾ അത് രണ്ടും നമുക്ക് മായ്ച്ചു കളഞ്ഞാൽ താവ് എന്ന് കിട്ടും. താവ്. ഇത് രണ്ടും മായ്ച്ചു കളയുക. രണ്ടും മായ്ച്ചു കളയുമ്പോൾ താവെന്നായി. ഇനി ഇതിനോട് താ ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താ ചേർക്കുന്നു. സോഫ്റ്റ് കുത്ത റൂൾ അനുസരിച്ച് വരുന്നു. അപ്പൊ താവുസ എന്നായി. താവുസ. ഇത് ഗുഡ് എന്നുള്ളതിന്റെ ഫെമിനിനാണ്. ഗുഡ് എന്നുള്ളതിന്റെ ഫെമിനിനാണ്. താവുസ. താവുസ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമല്ല ഇത്. സിമ്പിൾ ആണ്. ഫെമിനിൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഏതൊരു വാക്കിനോടും നമുക്ക് ത അവസാനം ത ചേർക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന്റെ ആ വവ്വലും ആലപ്പും, അതായത് സ്കാപ്പായും ആലപ്പ് എന്ന് പറയുന്ന അക്ഷരവും നമ്മൾ മാറ്റിയിട്ടാണ് അതിനോട് ത ചേർക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം നോക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ചുരുക്കം ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചുരുക്കം ചില എക്സെപ്ഷൻസ് രണ്ടെണ്ണമേ ഉള്ളൂ പ്രധാനമായിട്ടും വരുന്നുള്ളൂ. അതിലൊന്നാമത്തേത് ന എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന വാക്കുകൾ. ന എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന വാക്കുകൾ അതിന്റെ ഫെമിനിൻ ആകുമ്പോൾ നീസ എന്നാകും. നീസ എന്നാകും. നീസ. നീസ. ന എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന വാക്കുകളുടെ ഫെമിനിൻ ആക്കണമെങ്കിൽ അതിനെ നീസ എന്ന് ആക്കും. നീസ. ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്ക് പരിചിതമായ നായിൽ അവസാനിക്കുന്ന ഒരു വാക്കാണ് ശംശാന. ശംശാന എന്ന് പറയുന്ന വാക്ക്. ഡീക്കൻ. ഡീക്കനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ശംശാന. ശം ശാ ന. നമ്മളിവിടെ ശ്രദ്ധിച്ചു കാണും, നായിലാണ് ഈ വാക്ക് അവസാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ന മാറിയിട്ട് നീസ ആകുമെന്നാണ് നമ്മൾ കണ്ടത്. ന മാറി നീസയാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ന മായ്ച്ചു കളയുന്നു. എന്നിട്ട് ശംശ നീസ.
ശംശാനീസ എന്നാകും. ഇപ്പൊ ശംശാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീക്കനാണ്. ശംശാനീസ എന്ന് പറയുമ്പോൾ ഡീക്കണസ് എന്ന്, അതായത് സ്ത്രീകള് ഡീക്കന്മാരാകുന്ന അവസ്ഥയ്ക്കാണ് ഡീക്കണസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകമായിട്ട് ഇവിടെ വന്ന മാറ്റം ഇതാണ്, നാ മാറി നീസായാകും. നാ മാറി നീസായാകും. ഇതുപോലെ ഒരു കാര്യം കൂടെ ഉള്ളൂ ഫെമിനിൻ ആക്കാനായിട്ടുള്ളൂ. അതും കൂടെ കണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നാ പോലെ തന്നെ യായിൽ അവസാനിക്കുന്ന ചില വാക്കുകളുണ്ട്. യായിൽ അവസാനിക്കുന്ന വാക്കുകൾ, യായിൽ അവസാനിക്കുന്ന വാക്കുകൾ ഈസ എന്നാകും. ഈസ എന്നാകും. യായിൽ അവസാനിക്കുന്ന വാക്ക് ഈസ എന്നാകും. അപ്പം യായെ ഈസായാകും. ഇതാണ് രീതി. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വാക്ക് വരുന്നത് ദക്കിയ എന്ന് പറയുന്ന വാക്കാണ്. പ്യുവർ, നിർമ്മലമായ എന്നൊക്കെ പറയുന്ന വാക്കാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് കാണുകയും ചെയ്യാം. വാക്ക് പ്രകാരമാണ്. ദാലസിട്ടു, ദാലസിന് ആ വവ്വല് വരുന്നു, കാപ്പ് വരുന്നു. ദഖിയ, ദഖിയ. അപ്പൊ യായിലാണ് അവസാനിക്കുന്നത്. ശ്രദ്ധിച്ചു കാണും, യായിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെ ദഖിയ എന്ന് പറയുന്നതിന് നമ്മൾ ഈസ ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ. ഇപ്പോൾ നമ്മള് കാപ്പ് വന്നു, കാപ്പിന്റെ അറ്റത്ത് യോദിട്ടു, യോദിനെ ഈ വവല് കൊടുത്തു. അപ്പൊ നമ്മള് ഈസ ആക്കി, ഈസ. പക്ഷെ ഇവിടെ മാത്രം, ഈ വാക്കിന് മാത്രം വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ദാലസിന്റെ ആ വവലും കൂടെ ഫെമിനിന്റെ അകത്ത് എടുത്തു കളയും. എന്നിട്ട് ദ് കീസ എന്നാക്കും. ഈ വാക്കിന് മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. അല്ലെങ്കിൽ പൊതുവെ യായിൽ അവസാനിക്കുന്ന വാക്കുകള് ഈസ ആക്കി വെക്കുന്ന കാര്യമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. യായിൽ അവസാനിക്കുന്നത് ഈസ. ഞാനിപ്പോൾ അടിവരയിട്ട് വെച്ചിരിക്കുന്നത് ഫെമിനിനായ ഫോമാണ്. ഇത് പ്യുവർ, പ്യുവർ എന്നാണ് ഇതിന്റെ അർത്ഥം. പ്യുവർ ഫെമിനിൻ വാക്കുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് ദ് കീസ എന്നാകും. ദ് കീസ. അപ്പോൾ ദഖിയ എന്നുള്ളത് ദ് കീസ എന്നാകും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് രണ്ട് കാര്യങ്ങൾ എന്ന് കണ്ടത് അഡ്ജക്റ്റീവ്സുകളാണ്. അഡ്ജക്റ്റീവ്സുകൾ സെപ്പറേറ്റ് വാക്കുകളായിട്ട് തന്നെ നിൽക്കും. രണ്ടാമത് നമ്മൾ കണ്ടത് ഫെമിനിൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഫെമിനിന് നോർമൽ റൂൾ അനുസരിച്ച് താ അറ്റത്ത് കൊണ്ടേ ചേർക്കും. അങ്ങനെ വരുമ്പോൾ ഒറിജിനൽ വാക്കിലെ ആ എന്ന് പറയുന്ന സ്കാപ്പ വോവലും ആലപ്പും കളഞ്ഞിട്ടായിരിക്കും താ ചേർക്കേണ്ടത്. അപ്പോൾ അത് പൊതുവെ സ എന്ന് സോഫ്റ്റ് ചേർത്ത് ഉച്ചരിക്കുന്ന രീതിയാണ് വരുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ എക്സെപ്ഷൻസ് ആണ്. നായിൽ അവസാനിക്കുന്ന വാക്കുകൾ നീസായാകുന്നു, യായിൽ അവസാനിക്കുന്ന വാക്കുകൾ ഈസായാകും. ഇതാണ് നമുക്ക് പൊതുവെ ജെൻഡറിലെ ഫെമിനിൻ മാസ്കുലിൻ തമ്മിലുള്ള ബന്ധങ്ങൾ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം നമുക്ക് നമ്പറുകൾ, സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്ന നമ്പറുകൾ, 1, 2, 3 എന്ന് പറയുന്ന നമ്പറല്ല, സിംഗുലർ പ്ലൂറൽ നമ്പറുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.